140 കോടി ജനങ്ങളുടെ പ്രതീക്ഷയുമായി ഇന്ത്യ ഇന്നിറങ്ങുന്നു. ന്യൂസിലൻഡിനെതിരെ 2020 കലാശ പോരാട്ടം അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. എല്ലാ പ്രതീക്ഷയും സഞ്ജുവിൽ. സഞ്ജു മലയാളി പൊളിക്കും മലയാളി. ഒൻപതാം നാളിലും പശ്ചിമേഷ്യ സംഘർഷഭരിതം. GCC രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം. ദുബായിൽ ഡ്രോൺ അവശിഷ്ടം വീണ് 1 മരണം. ബഹ്റൈനിൽ ഡ്രോൺ അവശിഷ്ടം വീണ് 3 പേർക്ക് പരിക്ക്. കുവൈറ്റിൽ 2 സുരക്ഷാ ജീവനക്കാർ കൊല്ലപ്പെട്ടു. ഇറാനെ ആക്രമിച്ചാൽ എവിടേക്കാണെങ്കിലും പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് പ്രസിഡന്റ്. ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി. CPM വയനാട് ജില്ലാ സെക്രട്ടറിയെ ശകാരിച്ച മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം. വിമർശനവുമായി CPM ഹാൻഡിലുകൾ. റഫീഖ് ഇടിച്ചു കയറിയതല്ലെന്ന് മുഹമ്മദ് റിയാസ്. സൈബർ ആക്രമണത്തെ തള്ളി P രാജീവ്. CPM സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ പൊന്നാനി മണ്ഡലം കമ്മിറ്റിയിൽ എതിർപ്പ്. KT ജലീലിനെ തവനൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതിലും പ്രാദേശികമായി എതിർപ്പ്. കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ മിസ്ത്രി ഇന്ന് തിരുവനന്തപുരത്ത്. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ 2 ദിവസത്തിനകം പൂർത്തിയാകും. അടൂരിൽ ചിറ്റയം ഗോപകുമാറിന് ഇളവ് നൽകണമെന്ന് CPI ജില്ലാ നേതൃത്വം. ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടി നൽകിയതിൽ സർക്കാരിനെതിരെ പള്ളികളിൽ സർക്കുലർ. 1 തുള്ളി മദ്യം പോലും കൂടുതൽ അനുവദിക്കില്ലെന്ന് പറഞ്ഞവർ മദ്യവർജന നയം മാറ്റിയെന്ന് KCBC ഇന്ന് മദ്യവിരുദ്ധ ഞായർ ആചരിക്കുന്നു. ₹1 ഷൂസ് വാങ്ങാൻ കോഴിക്കോട്ടെ കടയിലേക്ക് ഇടിച്ചു കയറിയത് 20,000-ഓളം പേർ. സംഘർഷം പോലീസ് ലാത്തി വീശി. നിരവധി പേർക്ക് പരുക്ക്. കട ഉടമകൾക്കെതിരെ കേസ്. 8 പേർ കസ്റ്റഡിയിൽ. ബംഗാളിലെ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിലെ പ്രോട്ടോകോൾ ലംഘനത്തിൽ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്ന് 5 മണിക്ക് മുൻപായി റിപ്പോർട്ട് നൽകണം. വിവാദമായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത്. രാഷ്ട്രപതി രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് മമത.